നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി കുടുംബം ആരോപിച്ചു. പ്രതികൾക്കെതിരായുള്ള തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ജസീലയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും നിരാശയോടെയാണ് മടങ്ങിയത്. കാസർഗോഡ് മധൂരിൽ സ്വിമ്മിംഗ് പൂളിലെ ജോലിക്കിടെ ഷോക്കേറ്റ് പ്ലംബിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വെള്ളൂർ മുക്കടംകോളിയിലെ ചിക്കപ്പറൈ രത്നാവതി ദമ്പതികളുടെ മകൻ പ്രഭാകര റൈയാണ് മരിച്ചത്. ലൈംഗികാതിക്രമ കേസിൽ ഉസ്താദ് അറസ്റ്റിൽ. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് വയനാട് കമ്പളക്കാട് സ്വദേശി മുഹമ്മദ് കുട്ടിയെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാരുണ്യ പ്രവർത്തികൾ നന്മയുടെ കരസ്പർശമാണ്. നിരവധി കാരുണ്യ പ്രവർത്തികൾ ചെയ്തുവരുന്ന പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി ഇക്കുറി നൽകിയത് ഒരു കുടുംബത്തിന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവല്ലെങ്കിൽ പ്രതീക്ഷയെയാണ്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കാത്ത LDF-ന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകില്ലെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മടിക്കൈ എരിക്കുളം ഓർക്കോൽ മീത്തലൈപ്പുര തറവാട്ടിൽ മാർച്ച് 6 മുതൽ 8 വരെ തീയതികളിൽ വയനാട്ടുകുലവൻ തേയുംകെട്ട് മഹോത്സവം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപക് താക്രോ സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയ കെ ശ്രേയയ്ക്ക് ജന്മനാട്ടിൽ പൗരസ്വീകരണം നൽകി. വലിയപറമ്പ് KGM സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നൽകിയ സ്വീകരണ യോഗം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി കുടുംബം ആരോപിച്ചു. പ്രതികൾക്കെതിരായുള്ള തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ജസീലയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും നിരാശയോടെയാണ് മടങ്ങിയത്. എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടില് 9.5 പവൻ ഉണ്ടതുപോലെ എനിക്ക് കയ്യിലായിരുന്നു. എൻ്റെ ഒരിടത്തിൻ്റെ ഐഷ ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ പോയിസായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റൂല. ആരും നോക്കത്ത്, ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോകാം. എൻ്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാൽ ഞാൻ മരിച്ചിട്ട് എങ്ങനെ എൻ്റെ സത്യം തെളിയണം? എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് എലിവിഷം കഴിച്ച് നാലുത്തടുക്കയിലെ ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മരണമൊഴി ഉൾപ്പെടെ ഉണ്ടായിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ ദുരൂഹത ഉണ്ടെന്നും കുടുംബം ആരോപിച്ചു. തെളിവുകൾ നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ജസീലയുടെ കുടുംബത്തിന് തൃപ്തികരമായ മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചില്ല. ഒരു കാര്യങ്ങളായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞിട്ടില്ല. 13 ദിവസമായി മരിച്ചിട്ട് വീട്ടിലുള്ളൊരു കാര്യം നമുക്ക് അറിഞ്ഞിട്ടില്ല ഇതിനെ പറ്റി. സംഭവത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ ഞാൻ ലൈവായിട്ട് ഫോണിൽ നിങ്ങൾ കണ്ടതല്ലേ, അന്വേഷണ ഉദ്യോഗസ്ഥനോടാണ് ഞാൻ വിളിച്ചത്. 4 മണിക്ക് ഇവിടെ വരാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. വരുമ്പോൾ മീഡിയ ഉള്ളതുകൊണ്ട് മീഡിയനോട് സംസാരിച്ചു. അതിനിടയിൽ അന്വേഷണം
ദിവസം പോയപ്പോഴാണ് ഞാൻ ഫോൺ വിളിച്ചത്. പുള്ളി പറയുന്നത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ SP-നോട് ചോദിച്ചോളാം. പിന്നെ എന്തിനാ അന്വേഷണ സംഘ തലവനായിട്ട് ഇവിടെ അയാൾ നിയോഗിച്ചിനാരാ? എല്ലാ കാര്യങ്ങളും SP-നോട് ചോദിക്കാനാണെങ്കിൽ SP-ൻ്റെ അടുത്ത് തിങ്കളാഴ്ച പോയിരുന്നു. ഞങ്ങൾ ആശങ്ക പറഞ്ഞിരുന്നു. പിന്നെ 13 ദിവസമായി മരണപ്പെട്ടിട്ട് ഈ സമയം വരെ പ്രതികളിലേക്ക് എത്തുകയോ പ്രതികളുടെ കയ്യിലുള്ള തെളിവുകൾ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. മൊബൈൽ പോലുള്ള ഡിജിറ്റൽ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. കാരണം മോഷണ കുറ്റമാണ് ഒന്ന് ആരോപിച്ചിട്ടുള്ളത്. അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നൊന്ന്, ഈ 2 പവൻ സ്വർണം ഈ കുട്ടി ജസീല അഫ്രീദി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തതിന്റെ പേരിൽ, തിരിച്ചു വെച്ചതിന്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ പിന്നെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ ഈ മൊബൈലിൽ കൂടിയിട്ടല്ലേ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പിന്നെ എടുക്കണമെങ്കിൽ ആ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ? ആ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയ അഫ്രീദിന്റെ ഉമ്മാന്റെ മൊബൈൽ പിടിച്ചെടുക്കണ്ടേ? ഭർത്താവിന്റെ മൊബൈല്, ഭർത്താവിന്റെ ഉമ്മയുടെ മൊബൈല്, പെങ്ങളുടെ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ പോലീസ് പിന്നെ തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസമാണ്? മരണമൊഴിയുണ്ട്. ആ മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. സോഷ്യൽ മീഡിയ കൂടി ലോകം മുഴുവനും പ്രചരിപ്പിച്ചതാണ്. നിങ്ങൾ മീഡിയക്കാർ മുഴുവൻ അത് എല്ലാ ചാനലിലും എടുത്തിട്ട് കൊടുത്തതാണ്. ഇത്രയും വലിയൊരു മൊഴി ഉണ്ടായിട്ട് പോലും, വീഡിയോസ് ഒക്കെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും പോലീസ് പറയുന്നു ഞങ്ങൾ തെളിവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കയ്യിലുള്ള തെളിവ് നശിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് പോലീസ് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്. കാരണം അതിന് കാരണമുണ്ട്. കാരണം ഈ കേസ് ആദ്യം എത്തിയത് മോഷണ കുറ്റം എന്നുള്ള FIR ഇട്ടത് ആദൂർ പോലീസ് സ്റ്റേഷനല്ല. ആദൂർ പോലീസിൽ അനാസ്ഥ ഉണ്ടായത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതികളുടെ കയ്യിലുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവരെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഈ സമയം വരെ അവർ പ്രതികളിലേക്ക് എത്താത്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഞങ്ങളുടെ ഉള്ളിൽ ഉയരുന്നുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെയും പിന്നെ മരണപ്പെട്ട ജസീലിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ഷൻ കമ്മിറ്റി ആലോചിച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് നീതി വേണം. ഈ കുട്ടി 4ഉം 6ഉം വയസ്സുള്ള 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച ഒരു അമ്മ ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മാനസിക സംഘർഷം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ജീവൻ കളഞ്ഞത് ഈ സത്യാവസ്ഥ പുറത്തു വരാനാ. അതിന് പോലീസ് സഹകരിക്കുന്നില്ലെങ്കിൽ, ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ, അത് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രക്ഷോഭങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാവും. ഞങ്ങൾ ആരെയും സംശയത്തിൽ ആദ്യം എടുത്തില്ല. ഞങ്ങൾ പോലീസിനെ വിശ്വാസത്തിൽ എടുത്തിട്ടാണ് ഇത്രയും ദിവസം മുന്നോട്ട് പോയത്. ഈ 13 ദിവസം നമ്മുടെ മരണപ്പെട്ടിട്ട്, വിഷം കഴിച്ചിട്ട് 5 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. മരണപ്പെട്ടിട്ട് 13 ദിവസം കഴിഞ്ഞു. അന്നൊക്കെ 13ാമത്തെ നാളാണ്. ഈ സമയം വരെ ഞങ്ങൾ പോലീസിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യക്ഷമായിട്ടൊന്നും പറയാതെ നിന്നത്. പക്ഷെ ഇതുവരെയായിട്ട് അവരെ കയ്യിലുള്ള തെളിവ് പോലും പിടിച്ചെടുക്കുന്നില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, ആ പ്രതികളുടെ കയ്യിലുള്ള തെളിവുകൾ പോലും ഇവർ പിടിച്ചെടുക്കുന്നില്ല. മാലമോഷണ ആരോപണത്തിലെ അപമാനഭാരവും ആദൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ദുരനുഭവവും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് ജസീല ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം. ആൺസുഹൃത്ത് അഫ്രീദിനും കുടുംബത്തിനുമെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ ജസീലയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ജസീലയുടെ മരണത്തിലെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് നീതി ലഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. സംഭവത്തിൽ പഴുതടച്ചുള്ള സമഗ്ര അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും സ്വർണം മോഷണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഫെബ്രുവരി 20-നാണ് എലിവിഷം കഴിച്ച് ജസീല ജീവനൊടുക്കിയത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ദൃശ്യം ചിത്രീകരിച്ച് അയച്ചുകൊടുത്തതിനു ശേഷമായിരുന്നു ജസീല ജീവനൊടുക്കിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിദ്യാനഗർ പോലീസാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മധൂരിൽ സ്വിമ്മിംഗ് പൂളിലെ ജോലിക്കിടെ ഷോക്കേറ്റ പ്ലംബിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വെള്ളൂർ മുക്കടംകോളിയിലെ ചിക്കപ്പറൈ രത്നാവതി ദമ്പതികളുടെ മകൻ പ്രഭാകര റായിയാണ് മരിച്ചത്. കാസർഗോഡ് മധൂരിൽ സ്വിമ്മിംഗ് പൂളിലെ ജോലിക്കിടെ ഷോക്കേറ്റ് പ്ലംബിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വെള്ളൂർ മുക്കടംകോളിയിലെ ചിക്കപ്പറൈ രത്നാവതി ദമ്പതികളുടെ മകൻ പ്രഭാകര റൈയാണ് മരിച്ചത്. മധൂർ പട്ല ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ അബ്ദുള്ള എന്നയാളുടെ വീട്ടുമുറ്റത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന സ്വിമ്മിംഗ് പൂളിലാണ് അപകടം ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. മണിക്കൂറുകൾക്ക് ശേഷമാണ് അപകടം സംഭവിച്ച കാര്യം പുറത്തറിയുന്നത്. സ്വിമ്മിംഗ് പൂളിന്റെ നിർമ്മാണ ചുമതല മുഹാദ് എന്നയാൾക്കാണ്.
പ്രഭാകര റൈ ഇയാളുടെ സഹായിയായി പ്ലംബിംഗ് ജോലിക്കായി സ്ഥലത്തെത്തിയതായിരുന്നു. മുഹാദ് വൈകുന്നേരം 4 മണിയോടെ ജോലി നിർത്തിപ്പോയി. പ്രഭാകര റൈയോടും ജോലി അവസാനിപ്പിച്ച് പോകാൻ ആവശ്യപ്പെട്ടായിരുന്നു ഇയാൾ മടങ്ങിയത്. ജോലി കഴിഞ്ഞിട്ടും പ്രഭാകര റൈ വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അപകടം നടന്നത് സംബന്ധിച്ച വ്യക്തത വന്നത്. വിവരമറിഞ്ഞ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇന്നലെ രാത്രി തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലൈംഗികാതിക്രമ കേസിൽ ഉസ്താദ് അറസ്റ്റിൽ. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് വയനാട് കമ്പളക്കാട് സ്വദേശി മുഹമ്മദ് കുട്ടിയെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃക്കരിപ്പൂർ മടക്കര തുരുത്തി ഗ്രാമത്തിലെ കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായി. വയനാട് കമ്പളക്കാട് സ്വദേശി ചോലേരി ഹൌസിൽ മുഹമ്മദ് കുട്ടിയാണ് ചന്ദേര പോലീസിന്റെ പിടിയിലായത്. 2026 ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5:30 ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പരാതിക്കാരിയായ യുവതി കോട്ടപ്പള്ളി മഖാമിലെത്തിയ സമയത്ത് പ്രതിയായ ഉസ്താദ് ലൈംഗിക ഉദ്ദേശത്തോടെ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി. വയനാട് കമ്പളക്കാട് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ചന്ദേര സബ് ഇൻസ്പെക്ടർ C മനോജ്, SCPO സജിത്, SCPO ഷാജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാരുണ്യ പ്രവർത്തികൾ നന്മയുടെ കരസ്പർശമാണ്. നിരവധി കാരുണ്യ പ്രവർത്തികൾ ചെയ്തുവരുന്ന പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി ഇക്കുറി നൽകിയത് ഒരു കുടുംബത്തിന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് അല്ലെങ്കിൽ പ്രതീക്ഷയെയാണ്. കാട്ടാമ്പള്ളിയിലെ നാരായണൻ എന്ന വ്യക്തിയുടെ ജപ്തി ചെയ്ത ലേലത്തിന് ലിസ്റ്റ് ചെയ്ത വീടും വസ്തുവും തിരിച്ചു നൽകിയാണ് ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി കരുണയുടെ കരസ്പർശമായി മാറിയത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നും നടത്താറുള്ളത്. ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട രോഗികൾക്കായി ചികിത്സാ സഹായം, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ആശ്രയമില്ലാത്ത വയോധികർക്കുമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, മഹിളാ യുവജന ശാക്തീകരണ പദ്ധതികൾ, വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, നിർധന യുവതികളുടെ വിവാഹം, ഭവന നിർമ്മാണ പദ്ധതികൾ, അങ്ങനെ എന്നും അശരണർക്ക് ഒരു കൈത്താങ്ങാണ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നിരവധി കാരുണ്യ പ്രവർത്തികൾ ചെയ്തുവരുന്ന പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇക്കുറി ഒരു കുടുംബത്തിന് നൽകിയത് ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാണ്. കാട്ടാമ്പള്ളിയിലെ നാരായണൻ എന്ന വ്യക്തിയുടെ ജപ്തി ചെയ്ത ലേലത്തിന് ലിസ്റ്റ് ചെയ്ത വീടും വസ്തുവും തിരിച്ചുവാങ്ങി അദ്ദേഹത്തിന് നൽകിയാണ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് കരുണയുടെ കരസ്പർശമായി മാറിയത്. സഹോദരന്മാരെ, പിലാത്തറയിലുള്ള ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഒരു നല്ല കർമ്മത്തിൽ ഇവിടെ പങ്കാളിയാകുവാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധങ്ങളായ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രധാനമായും അശരണരായ വ്യക്തികൾക്ക് ചികിത്സ നേടിക്കൊടുക്കുക, അവരെ പുനഃപാർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തന രീതിയെങ്കിലും ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെയുള്ള ചില കുടുംബങ്ങളുടെ പ്രത്യേകമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഹോപ്പിനാകുന്നതെല്ലാം ചെയ്യാറുണ്ട്. അത് മുഖ്യമായി അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഹോപ്പിൻ്റെ ജനറൽ സെക്രട്ടറിയായ മാനേജിംഗ് ട്രസ്റ്റിയായ മിസ്റ്റർ ജയമോഹൻ തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹം കാഞ്ഞങ്ങാട് തന്നെയാണ് ഇതിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നീടാണ് പിലാത്രയിലേക്ക് വന്ന് അവിടെ സെറ്റിൽ ചെയ്ത് ഇപ്പോൾ ഒരു 150ഓളം അംഗങ്ങളുള്ള ഹോപ്പ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി, സഹോദരൻ നാരായണൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നല്ല കർമ്മം ചെയ്യുവാൻ പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ജയമോഹൻ പറഞ്ഞതുപോലെ സുമനസ്സുകൾ ഈ നാട്ടിലുണ്ട്. അവരെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ ഒന്ന് ഒരുമിപ്പിച്ച് കൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ പലരുടെയും കാര്യങ്ങൾ പരിഹരിക്കുവാൻ കഴിയും. വീടിന്റെ ആധാരം ഹോപ്പ് പ്രസിഡന്റ്
ഫാദർ ജോർജ് പൈനാടത്തും സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സെക്രട്ടറി അനിതകുമാരി KPയും K കാർത്യായനി കൂട്ടക്കനിയും ചേർന്ന് കൈമാറി. നമ്മുടെ ജീവനക്കാരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ എൻ്റെ സഹപ്രവർത്തകരും ഹോപ്പ് പിലാത്തറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോപ്പിനെ കുറിച്ച് ഞങ്ങളും ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ നന്മയുള്ള പ്രവർത്തനങ്ങളാണ് ഹോപ്പിൽ നിന്ന് ഇതുവരെ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സംഘടന ഇനിയും മുമ്പോട്ടുള്ള എല്ലാ രംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും മുമ്പോട്ട് ഏത് തരത്തിലും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കാർഷിക വികസന ബാങ്ക് പോസ്റ്റർ കാർഷിക വികസന ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1974 ഞങ്ങളിവിടെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഞങ്ങൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും സാമ്പത്തിക മേഖലയിൽ ഞങ്ങളാകുന്ന വിധം സഹായ ഹസ്തങ്ങൾ ഞങ്ങളെക്കൊണ്ടും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KH ജയമോഹനൻ, ഡോക്ടർ ത്രേസ്യാമ്മ ജോസ്, CA പീറ്റർ, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, കരപ്ലാത്ത മധു, മനോമോഹൻ നമ്പ്യാർ, വിജയൻ എടാട്ട, ജോർജ് തോമസ്, VM ജോസഫ്, AC നാരായണൻ എന്നിവർ സംസാരിച്ചു. ജൂൺ മാസം 18-ാം തീയതി ഹോപ്പിൻ്റെ കാസർഗോഡ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ജനാർദ്ദനൻ എന്നെ അറിയിക്കുന്നു. ഇതുപോലെ ഒരു കുടുംബം കൂട്ടാത്മഹത്യയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. വീട് ജപ്തി ചെയ്ത് അവർക്ക് പോകാൻ സ്ഥലമില്ല. ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞത് ഈ ലോൺ എടുത്തേക്കുന്നത് 2 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ കൊച്ചുമകൻ്റെ ഹൃദയ ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം കൃത്യമായി കാശടച്ച് പോരുമ്പോഴാണ് ദൗർഭാഗ്യവശാൽ രോഗം ബാധിച്ച് നാരായണൻ്റെ 2 കാലുകളും മുട്ടിന് താഴെ മുറിച്ച് മാറ്റിയിട്ട് വന്നു. രാശാരിയായ നാരായണൻ്റെ 2 കാലും ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസരത്തിലാണ് ലോണടവ് നിലനിന്നതും തുടർന്നുള്ള ജപ്തി നടപടികളിലേക്ക് എത്തിച്ചേരുന്നു. സംഭവം അറിഞ്ഞുടനെ തന്നെ മിനിസ്റ്റർക്ക് ഉൾപ്പെടെ റെപ്രസെൻ്റ് ചെയ്ത് അതിനെല്ലാം കാലതാമസം ഉണ്ടാകും. ഞാൻ ബാങ്കിലെത്തി. ബാങ്ക് അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കൊരു ഡിമാൻഡേ ഉള്ളൂ. കാരണം ബാങ്കിൻ്റെ കാശ് സ്വന്തം കാശല്ലല്ലോ, ഒരുപാട് പേരുടെ കാശാണ്, അത് തിരിച്ച് കിട്ടണം. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടുതലും നമ്മളുടെ യങ്സ്റ്ററാണ് കൂടുതൽ ബന്ധപ്പെടുക. അച്ഛനും വലിയ ഫ്രീയായിട്ട് ലാൻഡ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് മാറാൻ കാരണം. കണ്ണൂർ ഡയോസിസിൻ്റെ ഫ്രീയായിട്ട് ലാൻഡ് കിട്ടിയതുകൊണ്ടാണ് അവിടേക്ക് മാറിയത്. ഇത് പലപ്പോഴും മുന്നേറുകയൊക്കെ കേരളത്തിൻ്റെ ആർട്ടികളൊക്കെ വരുമ്പോൾ എനിക്ക് അസംബന്ധ അസൂയ തോന്നി. സന്തോഷവും അഭിമാനവും തോന്നുന്നൊരു മുഹൂർത്തമാണിത്. നമ്മളൊക്കെ ഹോപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്നു. പക്ഷേ അതിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ലെങ്കിലും നല്ല മനസ്സോടുകൂടി ഹോപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ സഹകരിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കിപ്പോൾ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. അതായത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ പലർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഹോപ്പിലൂടെ നടക്കുന്നുണ്ട്. അതിൽ ഭാഗമാക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം കിട്ടുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനെപ്പോഴും പറയും, ഏറ്റവും വലിയ ലാഭ കച്ചവടം ദാനധർമ്മമാണ്. ഏറ്റവും പ്രോഫിറ്റബിളായിട്ടുള്ള ബിസിനസ് ഈസ് ഗിവിങ്, അത് ദാനധർമ്മം അർഹിക്കുന്നവർക്ക്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. അതൊരു കാര്യം. പിന്നെ ജയമോഹൻ പറഞ്ഞ പോലെ ഞാനും നേത്ര വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജയമോഹനെ എനിക്ക് തുടക്കത്തിൽ തന്നെ അറിയാം. അവർ അരവിന്ദ് ഐ ഹോസ്പിറ്റലുമായിട്ട് ഒത്തിരി ഫ്രീ ആയി ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ പങ്കുകൾ എനിക്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിന്നൊരു കാര്യം പറയുകയാണ്, ഞങ്ങളിപ്പോൾ ഒരു ഐ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു പൂവർ ഹോം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു ഐ ക്യാമ്പ് നടത്തുകയും അവിടെ ആവശ്യമുള്ള കാറ്ററാക്ട് സർജറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങളത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. ജനാർദ്ദനൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. കരുണയുള്ള കൈകൾ ചേർന്നപ്പോൾ നാരായണനും കുടുംബത്തിനും ലഭിച്ചത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവും ജീവിത പ്രതീക്ഷയുമാണ്. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നന്മ നിറഞ്ഞ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കാത്ത LDFന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകില്ലെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കാത്ത LDFന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുക്കുകയില്ലെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ബാറുകൾ 30 ഇരട്ടി വർദ്ധിപ്പിച്ച് ആളുകളെ പ്രലോഭിപ്പിച്ച് കുടിപ്പിക്കുകയാണെന്നും ഇത് കൊടുംവഞ്ചനയാണെന്നും മദ്യലഭ്യതയും ഉപയോഗവും കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDFന് വോട്ടില്ല എന്ന സംഘദൗത്യവുമായി സംഘ സന്ദേശവുമായി സഞ്ചരിക്കുകയാണ്. ഇത് മലബാർ മേഖല ജാഥയാണ്. 2-ാം തീയതി കോഴിക്കോട് നിന്ന് ആരംഭിച്ച് ഇന്നലെ കണ്ണൂർ സഞ്ചരിച്ച് ഇന്ന് ഇവിടെ ഈ പ്രദേശത്ത് ആണ് പരിപാടി. ഉച്ചയ്ക്ക് ശേഷം ഇരുട്ടി പേരാവൂർ കഴിഞ്ഞ് രാത്രി വയനാട്ടിലെത്തി നാളെ വയനാട്, അടുത്ത ദിവസം കോഴിക്കോടിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടെ മലപ്പുറത്തെത്തി പിന്നീട് പാലക്കാട്, തൃശ്ശൂരിൽ സമാപിക്കും. നാടെങ്ങും മദ്യമൊഴുക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും പടിപടിയായി കുറയ്ക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയവരാണ്. പടിപടിയായി കുറയ്ക്കുമെന്നുള്ള വാക്ക് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മദ്യനിരോധനം പറഞ്ഞിട്ടില്ലെന്നാണ്. അതാണ് മദ്യനിരോധനം. 2005 ഫെബ്രുവരി 5-ാം തീയതി വിജയരാജൻ ഉണ്ണി സെക്രട്ടേറിയറ്റ് ഗവർണർ ഒപ്പിട്ടിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം പാലിക്കേണ്ട ദൂരവ്യവസ്ഥ ലഘൂകരിച്ചും മദ്യവ്യാപനത്തിന് കൂട്ടുനിന്ന സർക്കാർ ഏറ്റവും ഒടുവിൽ 232 447 വകുപ്പുകൾ റദ്ദ് ചെയ്തും ദേവാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും മദ്യശാലകൾ, ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ വർദ്ധിപ്പിച്ച് രാത്രി 12 മണിവരെയാക്കിയെന്നും സംസ്ഥാനത്തെ ബാറുകളിൽ ഇപ്പോൾ വിൽക്കുന്നതിൽ വലിയൊരു പങ്ക് കണക്കിൽപ്പെടുത്താത്ത നികുതി അടയ്ക്കാത്ത മദ്യമാണെന്നും പരിശോധനയോ കേസെടുക്കലോ നടത്താതെ എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഈ നിയമലംഘനത്തിന് സഹായം ചെയ്യുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ മുറിയിൽ ഇന്നത്തെ ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു ചതിയുടെ കഥ കൂടി പറഞ്ഞു അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 സമരങ്ങളിലൂടെ 2 ആവശ്യങ്ങൾ മാത്രമേ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞു 232 447 വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ജനാധികാര വകുപ്പുകൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. ഇതാണ് ഒരു കാര്യം പറഞ്ഞത്. രണ്ടാമത്തത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ, അതായത് വിദ്യാലയങ്ങളിലെ ലക്ഷക്കണക്കിൽ വരുന്ന വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ രാസലഹരികൾക്ക് അടിമകളാകാതിരിക്കാൻ, മദ്യലഹരിക്ക് അടിമകളാകാതിരിക്കാൻ നിങ്ങളുടെ ഗിമ്മിക്കുകൾ ഒന്നും മതിയാവുകയില്ല. വാർത്താസമ്മേളനത്തിൽ മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ, സ്റ്റേറ്റ് സെക്രട്ടറി സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത, ജില്ലാ പ്രസിഡന്റ് MP ജോസഫ്, സെക്രട്ടറി രാമകൃഷ്ണൻ മോനാച്ച എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓർക്കോൽ മീത്തലേപ്പുര തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് 6-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28 വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മടിക്കൈ എരിക്കുളം ഓർക്കോൽ മീത്തലേപ്പുര തറവാട്ടിൽ മാർച്ച് 6 മുതൽ 8 വരെ തീയതികളിലായാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. 6-ന് രാവിലെ 8:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകിട്ട് 6 മുതൽ കൈവീത്, തുടർന്ന് തെയ്യം കൂടൽ. 7-ന് വൈകിട്ട് കാർന്നോൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 6:30 കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും രാത്രി 9 മണിക്ക് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തും. തുടർന്ന് ബപ്പിടൽ ചടങ്ങ്. രാത്രി 12-ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ, തുടർന്ന് വയനാട്ടുകുലവൻ വെള്ളാട്ടം. 7-ന് രാവിലെ 7 മണിക്ക് കാർന്നോൻ തെയ്യം, 9 മണിക്ക് കോരച്ചൻ തെയ്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ടനാർ കേളൻ തെയ്യങ്ങൾ അരങ്ങിലെത്തും.
വൈകിട്ട് 5 മണിക്ക് വയനാട്ടുകുലവൻ ദൈവത്തിന്റെ പുറപ്പാട്, തുടർന്ന് ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി കെട്ടിയാടും. രാത്രി 10 മണിക്ക് മറപിളർക്കൽ ചടങ്ങ്, തുടർന്ന് കൈവീത് ചടങ്ങോടുകൂടി തെയ്യംകെട്ട് മഹോത്സവത്തിന് സമാപനമാവും. പരിധിയിലുള്ള ഓർക്കോൽ മിത്തിലപ്പുരയിൽ തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഈ മാർച്ച് 6, 7 തീയതികളിൽ വെച്ച് നടക്കുകയാണ്. 6, 7, 8 തീയതികളിൽ വെച്ച് നടക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനു മുമ്പ് നമുക്കൊക്കെ തന്നെ അറിയുന്ന ഘട്ടം എന്നുള്ള രീതിയിൽ 1975 അതുപോലെ തന്നെ പിന്നെ 1998 തെയ്യംകെട്ട് മഹോത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ 2 വർഷം മുമ്പ് തന്നെ നമ്മൾ ഇവിടെ തുടങ്ങിയതാണ്. തറവാട്ട് കമ്മിറ്റി, അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി, 2 കമ്മിറ്റികളും സാമ്പത്തിക സ്വരൂപവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നടത്തിയത്. ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ 1 വർഷം മുമ്പ് തന്നെ ഒരു നല്ല രീതിയിലുള്ള സംഖ്യ ജനങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനും അതുപോലെ തന്നെ ഈ തെയ്യംകെട്ട് മഹോത്സവത്തിനും വേണ്ടി പിരിച്ചെടുക്കുകയും അതുപോലെ തന്നെ അത് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ, ജനറൽ കൺവീനർ ഗംഗാധരൻ താളിക്കുണ്ട്, വൈസ് ചെയർമാൻ അനിൽ നിരളി, വർക്കിംഗ് ചെയർമാൻമാരായ കെ വി ശ്രീനിവാസൻ, സുകുമാരൻ കണ്ണോത്ത, സുധാകരൻ പോത്തൻകൈ, സുരേഷ് കോളിക്കുന്ന്, ട്രഷറർ നാരായണൻ ഓർക്കോൽ, ദേവസ്ഥാനം സെക്രട്ടറി വിനോദ് കോളിക്കുന്ന് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രവും കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് പള്ളിക്കരയും ചേർന്ന സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തച്ചങ്ങാട് സ്കൂളിലെ വിഷ്ണുജിത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടാണിത്. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രവും കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് പള്ളിക്കരയും ചേർന്ന് സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തച്ചങ്ങാട് സ്കൂളിലെ വിഷ്ണുജിത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടാണിത്. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഹക്കീം കുന്നിൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP താക്കോൽദാനം നിർവഹിച്ചു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാരനായ ഉമ്മൻചാണ്ടിക്ക്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ഉമ്മൻചാണ്ടിക്ക് അന്ന് സീറ്റ് കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രമാണ് പുതുപ്പള്ളി, അന്നും ഇന്നും. പക്ഷെ അവിടെയാണ് 1970 തൊട്ട് മരിക്കുന്നവരെ ഉമ്മൻചാണ്ടി അവിടുത്തെ MLA ആയിരുന്നു. അന്ന് സീറ്റ് കിട്ടിയ 5 പേരിൽ ഒരാൾ ഉമ്മൻചാണ്ടി, 2ാമത്തെ ആൾ കൊട്ടൂർ ഗോപാലകൃഷ്ണൻ, 3ാമത്തെ ആൾ ശ്രീ AK ആൻ്റണി, 4ാമത്തെ ആൾ ശ്രീ AC ഷൺമുഖദാസ്, 5ാമത്തെ ആൾ കണ്ണൂർക്കാരനായ N രാമകൃഷ്ണൻ. അത് രാമകൃഷ്ണൻ മരിച്ചു, പിന്നെ കൊട്ടർ മരിച്ചു, ഷൺമുഖദാസ് മരിച്ചു, എല്ലാവരും മരിച്ചു. ആൻ്റണി മാത്രമാണ് ഇപ്പം ജീവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും ആ 5 പേരിൽ എല്ലാവരും മരിച്ചു. പിന്നീട് UDFൻ്റെ കൺവീനറായി മാറിയ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ തൊഴിൽ മന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. സാജിദ് മൊവൽ, PV സുരേഷ്, ധന്യ സുരേഷ്, KV ഭക്തവത്സലൻ, KE ബക്കർ, ജോമോൻ ജോസ്, രവീന്ദ്രൻ കരിച്ചേരി, KV ശ്രീധരൻ, KV ബാലകൃഷ്ണൻ മാസ്റ്റർ, അബ്ദുള്ള ചിത്താരി, CH രാഘവൻ, CK അരവിന്ദൻ, MPM ഷാഫി, രാജേഷ് പള്ളിക്കര, ചന്ദ്രൻ തച്ചങ്ങാട്, ഷക്കീല ബഷീർ, ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി, റസാഖ് മഠത്തിൽ, ശംഭു ബേക്കൽ, രാമചന്ദ്രൻ ദേലമ്പാടി, രാജകല നാരായണൻ, സുധർമ്മ KP, സമാജ് ബാബു, ബഷീർ ദർഗാസ് കൽനാട്, ചോണായി മുഹമ്മദ് കുഞ്ഞി, അഖിലേഷ് തച്ചങ്ങാട്, മഹേഷ് തച്ചങ്ങാട് എന്നിവർ സംസാരിച്ചു. കണ്ണൻ കരുവാക്കോട് സ്വാഗതവും ചന്തുക്കുട്ടി പൊഴുതാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘത്തിന്റെ പാൽ പാക്കിംഗ് മെഷീൻ മിൽക്ക് അനലൈസർ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘം പാൽ പാക്കിംഗ് മെഷീൻ, മിൽക്ക് അനലൈസർ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതേപോലെ
പുല്ലുണ്ടാക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തി തരിശായി കിടക്കുന്ന സ്ഥലത്ത് പുല്ലുണ്ടാക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് നമുക്ക് പോകാം. ആ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അങ്ങനെ ഏതെല്ലാം മേഖലയിൽ പോകാൻ കഴിയുമോ അതൊക്കെ നിങ്ങളുടെ മനസ്സിലെന്താ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതൊക്കെ നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വാർഡ് സഭയിലൂടെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്ന, നിങ്ങളുടെ അഭിപ്രായം നടപ്പിലാക്കുന്ന ഒരു നഗരസഭയാണ് ഇന്ന് കാഞ്ഞങ്ങാട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളുടെ സാക്ഷ്യം കൊടുത്ത് പറയാം. അതുകൊണ്ട് നമുക്ക് വിപുലമായ രീതിയിൽ ഇത്തരം പരിപാടികളെല്ലാം സംഘടിപ്പിക്കണം. സൊസൈറ്റിയും ഏറ്റവും മികവുറ്റതായി മാറട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് നിർവഹിച്ചു. മിൽക്ക് അനലൈസറിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന ഓഫീസർ മനോജ് കുമാർ PV നിർവഹിച്ചു. ഉണ്ണികൃഷ്ണൻ N, M കുഞ്ഞമ്പാടി, പ്രശാന്ത് സൗത്ത് എന്നിവർ സംസാരിച്ചു. TV രാജേഷ് സ്വാഗതവും ലിഷ P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം മാർച്ച് 10 മുതൽ 12 വരെ തീയതികളായി നടക്കും. കൂവമളക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. അടൂട്ട് കഴകം മുത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ദേവസ്ഥാന പരിധിയിൽ വരുന്ന പുല്ലൂർ താളിക്കുണ്ട് ചെറിയടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മാർച്ച് 10, 11, 12 തീയതികളായി നടക്കുന്ന വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കൂവമളക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആചാരസ്ഥാനികരും ക്ഷേത്ര നടത്തിപ്പുകാരും തറവാട്ടുകാരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുമടക്കം വലിയൊരു പുരുഷാരത്തിന്റെ സാന്നിധ്യത്തിൽ വെളിച്ചപ്പാടുകളുടെ അനുബന്ധ അനുഷ്ഠാനമായ ആചാരക്രമങ്ങളോടെയാണ് കൂവമളക്കൽ ചടങ്ങ് നടന്നത്. തിരുമുറ്റത്ത് കൂട്ടിയിട്ട നെല്ലിൻ കൂമ്പാരത്തിൽ നിന്ന് ചൂട്ടൊപ്പിക്കാൻ നിയുക്തനായ കുഞ്ഞമ്പൂ താളിക്കുണ്ടാണ് ബാല്യക്കാരുടെ സഹായത്തോടെ കൂവം അളന്നത്. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം, കോട്ടപ്പാറ കുഞ്ഞിക്കോരച്ചൻ തറവാട്, മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം, മഞ്ഞടുക്കം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം, അടൂട്ട് മുത്തേടത്ത് കുതിര പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം, ഇളയെടുത്ത് കുതിര പുള്ളിക്കരിങ്കാളി അമ്മ ദേവസ്ഥാനം കിഴക്കുങ്കര എന്നിവിടങ്ങളിലേക്ക് 21 ഇടങ്ങഴിയും മറ്റ് ദേവസ്ഥാനങ്ങളിലേക്ക് 11 ഇടങ്ങഴിയുമാണ് കൂവം അളന്നത്. തെയ്യം കെട്ടിന് 3 കൈവീതുകൾക്കായി 21 ഇടങ്ങഴി വീതവും കൂവം കുത്താൻ 7 പറയും പച്ചരിക്കായി 7 പറയും അളന്നു. തറവാട്ടിൽ മഹോത്സവം നടക്കുമ്പോൾ സമീപത്തെ ആരാധനാലയങ്ങളിലെ ദേവതാ സങ്കല്പങ്ങളെ മറന്നു പോകരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് കൂവമളക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തെയ്യം കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അടയാളം കൊടുക്കൽ ചടങ്ങും ക്ഷേത്ര സന്നിധിയിൽ നടന്നു. അളന്ന് തിട്ടപ്പെടുത്തി ചാക്കുകളിൽ നിറച്ച് കൂവമളന്ന നെല്ല് ഏറെ വൈകാതെ തന്നെ അതത് ദേവസ്ഥാനങ്ങളിൽ എത്തിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ പറഞ്ഞു. പുല്ലൂർ താളിക്കുണ്ട് ചെറിയടിച്ച് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഇന്ന് മഹോത്സവത്തിനുള്ള കൂവമളക്കൽ ചടങ്ങ് നടന്നിരിക്കുകയാണ്. കുണ്ടങ്കഴി മുതൽ മറ്റു മഹാക്ഷേത്രങ്ങളിലും പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും വഴിപാടിനായി കൂവം അളന്നു കഴിഞ്ഞു. 8-ാം തീയതി രാവിലെ 8:47 മുതൽ 12 മണി വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഉത്സവത്തിന് ആവശ്യമായ കലവറ നിറക്കൽ ചടങ്ങും കലവറ നിറക്കലും നടക്കുന്നത്. അതുപോലെ തന്നെ വയനാട്ടുകുലം ഉത്സവം നടക്കുന്നത് 9, 10, 11, 12 തീയതികളിലാണ്. 10,000-കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ ദേവസ്ഥാന കമ്മിറ്റിയും കൂടി എല്ലാവിധ അന്നദാന വിതരണത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഭക്തി നിർഭരമായ സന്ദർഭത്തിൽ ഈ ഉത്സവം നടത്താൻ വേണ്ടി നാട്ടിന്റെ നാനാഭാഗത്തുള്ള ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ മഹോത്സവ വിജയത്തിനായി ഏവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് മാർച്ച് 8 നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്യാണം ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പൻ വെള്ളാട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. സർവേശ്വര വിളക്കുപൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മുത്തപ്പ ചൈതന്യം കുടികൊള്ളുന്ന കല്യാണം ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. പുതുമനയിലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും പ്രതിഷ്ഠാദിന ചടങ്ങുകളും പൈങ്കുറ്റിയും നടന്നു. വൈകുന്നേരം 6 മണിക്ക് തുളസീവനം രോഹിണി അന്തർജനത്തിന്റെ നേതൃത്വത്തിൽ സർവേശ്വര വിളക്കുപൂജ നടന്നു.
ശ്രീ ഗണപതയേ നമഃ. അഭിഘ്നമസ്തു. ശ്രീ മഹാദേവി നമഃ. ശ്രീ മുത്തപ്പാ ശരണം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം യധീമഹി ബുദ്ധിം ജ്ഞാനം പ്രചോദയാത്. മാതൃസമിതി അംഗങ്ങളും അമ്മമാരും കുട്ടികളും സർവേശ്വര വിളക്കുപൂജയിൽ പങ്കാളികളായി. പ്രസാദ വിതരണവും നടന്നു. വൈകിട്ട് 8 മണിക്ക് നാട്ടിലെ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ വെച്ച് മടപ്പുരയുടെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഭാസ്കരൻ അത്തിക്കോത്ത്, വടക്കേക്കര ബാലൻ, മടപ്പുരയിലേക്ക് കുഴൽക്കിണർ നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം അനുവദിച്ച സതീശൻ മുത്തപ്പന്തറ എന്നിവരെ എം ബാലകൃഷ്ണൻ, വേണുഗോപാലൻ കല്യാണം, പ്രദീപ് കുമാർ, MP സുധാകരൻ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് കല്യാണം ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനം നൊന്ത് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി കുടുംബം ആരോപിച്ചു. പ്രതികൾക്കെതിരായുള്ള തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ജസീലയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും നിരാശയോടെയാണ് മടങ്ങിയത്. കാസർഗോഡ് മധൂരിൽ സ്വിമ്മിംഗ് പൂളിലെ ജോലിക്കിടെ ഷോക്കേറ്റ് പ്ലംബിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വെള്ളൂർ മുക്കടംകോളിയിലെ ചിക്കപ്പറൈ രത്നാവതി ദമ്പതികളുടെ മകൻ പ്രഭാകര റൈയാണ് മരിച്ചത്. ലൈംഗികാതിക്രമ കേസിൽ ഉസ്താദ് അറസ്റ്റിൽ. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് വയനാട് കമ്പളക്കാട് സ്വദേശി മുഹമ്മദ് കുട്ടിയെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാരുണ്യ പ്രവർത്തികൾ നന്മയുടെ കരസ്പർശമാണ്. നിരവധി കാരുണ്യ പ്രവർത്തികൾ ചെയ്തുവരുന്ന പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി ഇക്കുറി നൽകിയത് ഒരു കുടുംബത്തിന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവല്ലെങ്കിൽ പ്രതീക്ഷയെയാണ്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കാത്ത LDF-ന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകില്ലെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മടിക്കൈ, എരിക്കുളം, ഓർക്കോൽ, മീത്തലൈപ്പുര തറവാട്ടിൽ മാർച്ച് 6 മുതൽ 8 വരെ തീയതികളിൽ വയനാട്ടുകുലവൻ തേയുംകെട്ട് മഹോത്സവം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപക് താക്രോ സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയ കെ ശ്രേയയ്ക്ക് ജന്മനാട്ടിൽ പൗരസ്വീകരണം നൽകി. വലിയപറമ്പ് KGM സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നൽകിയ സ്വീകരണ യോഗം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.